ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇയ്യോബ് 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്നത്തെ വായനാ ഭാഗം. മുറിവേറ്റ ആത്മാവിൻ്റെ നിലവിളിയാണ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യോബ് തൻ്റെ വാക്കുകളുടെ തീവ്രതയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. തൻ്റെ ദുഃഖം തൂക്കിയാൽ അത് കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അത് തൻ്റെ വേദനയുടെ അളവറ്റ ആഴം കാണിക്കുന്നു. ദൈവം തന്നെ തൻ്റെ വിരോധിയായി മാറിയതുപോലെ അനുഭവപ്പെടുന്നു. തൻ്റെ വേദനയെ സർവശക്തൻ്റെ അമ്പുകളായി അദ്ദേഹം വിവരണം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം സുഹൃത്തുക്കളിലേക്ക് തിരിയുന്നു. ആശ്വാസം ലഭിക്കേണ്ടിടത്ത് അവൻ നിരാശനാകുന്നു. ആവശ്യമായ സമയത്ത് ഉണങ്ങിപ്പോകുന്ന തോടുകളെപ്പോലെ സുഹൃത്തുക്കളെ ഉപമിക്കുന്നു. യാത്രക്കാർ ആശ്രയിക്കുന്ന തോടുകൾ പോലെ തന്നെയാണ് അവരെ ആശ്രയിച്ചതും. എന്നാൽ അവസാനം നിരാശപ്പെടേണ്ടി വന്നു. യോബ് വ്യക്തമാക്കുന്നത് താൻ അവരോട് ഭൗതിക സഹായം ചോദിച്ചിട്ടില്ല, മറിച്ച് തന്നെ മനസ്സിലാക്കുവാനാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കാണിച്ചു തരൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. ദുഃഖത്തിലായിരിക്കുമ്പോഴും ദൈവവചനങ്ങളെ താൻ നിഷേധിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കുന്നു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ആഴത്തിലുള്ള വേദന നമ്മുടെ ധാരണയെ വളച്ചൊടിക്കാം, ദൈവം തന്നെ എതിരാണെന്ന് പോലും തോന്നിപ്പിക്കാം. എന്നിരുന്നാലും യോബ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറുന്നില്ല. യഥാർത്ഥ ആശ്വാസം എല്ലായ്പ്പോഴും ഉത്തരങ്ങൾ നൽകുന്നതല്ല, വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ പോലും വൈകാരികമായി ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നു. സൂക്ഷ്മതയില്ലാതെ പറയുന്ന വാക്കുകൾ വേദന കൂടുതൽ ആഴപ്പെടുത്തും. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് കേൾക്കാൻ പഠിക്കണം. 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ അസ്വസ്ഥതയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഇയ്യോബ് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് നിർത്തി ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു. മനുഷ്യജീവിതത്തെ വിശ്രമത്തിനായി ആഗ്രഹിക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ്റെ കഠിന പ്രവൃത്തിയോട് ഉപമിക്കുന്നു. ജീവിതം അനുഗ്രഹം എന്നതിലുപരി ഭാരമായി തോന്നുന്നു. അദ്ദേഹം തൻ്റെ ശാരീരിക വേദന വിവരിക്കുന്നു. വേദനയുള്ള രാത്രികൾ, ഉറക്കമില്ലായ്മ, ശരീരത്തിൻ്റെ ക്ഷയം, ഇവയൊക്കെയും മാനസിക വേദനയുമായി ചേർന്നിരിക്കുന്നു. മനുഷ്യജീവിതം വളരെ ചെറുതാണെന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരു ശ്വാസം പോലെയോ വേഗത്തിൽ പോകുന്ന നെയ്ത്തുകാരൻ്റെ ചക്രം പോലെയോ ആണ്. തുടർന്ന് ഇയ്യോബ് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ദൈവം മനുഷ്യനെ ഇത്ര ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് അവനെ നിരന്തരം പരീക്ഷിക്കുന്നു? എന്തുകൊണ്ട് ക്ഷമിച്ച് ആശ്വാസം നൽകുന്നില്ല? ഒരു ഘട്ടത്തിൽ അവൻ മരണത്തെപ്പോലും ആഗ്രഹിക്കുന്നു. മത്സരം കൊണ്ടല്ല, പക്ഷേ ക്ഷീണവും വേദനയും കാരണം. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് വിലാപവും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇയ്യോബ് തൻ്റെ വേദന മറച്ചു വയ്ക്കുന്നില്ല, ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുന്നു. ഇതാണ് സത്യസന്ധമായ പ്രാർത്ഥനയുടെ മാതൃക. ഇത് ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യവേദനയും തമ്മിലുള്ള സംഘർഷം കാണിക്കുന്നു. എളുപ്പത്തിൽ വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു രഹസ്യം. ഇന്നത്തെ കാലത്ത് പലരും ആശങ്ക, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയിൽ പോരാടുന്നു. ഇയ്യോബിൻ്റെ അനുഭവം വളരെ ആധുനികമാണെന്ന് തോന്നുന്നു. വേദന ഒളിപ്പിക്കുന്നതിന് പകരം അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. ദൈവത്തോട് ചോദിക്കുന്നത് അവിശ്വാസമല്ല, അത് അവനെ കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വഴിയാണ്. 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 8-ാം അധ്യായം കരുണയില്ലാത്ത തത്വശാസ്ത്രത്തെക്കുറിച്ച് ബിൽദാദ് ശക്തമായി പ്രതികരിക്കുന്ന അനുഭവത്തെ കാണാം. ദൈവത്തിൻ്റെ നീതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവനൊരു കർശനമായ തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നു. വേദന പാപത്തിൻ്റെ ഫലമാണ്. ഇയ്യോബിൻ്റെ മക്കൾ അവരുടെ പാപം കൊണ്ടാണ് മരിച്ചതെന്ന് സൂചിപ്പിക്കുന്നു. ഇത് വളരെ കഠിനവും കരുണയില്ലാത്തതുമായ പ്രസ്താവനയാണ്. ഇയ്യോബ് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം അവനെ പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ദൈവം നീതിമാനാണ്, എന്നാൽ എല്ലാ വേദനയും ശിക്ഷയല്ല. ഈ അധ്യായം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ വഴികളെ ലളിതമാക്കി കാണിച്ച് തെറ്റായി അവതരിപ്പിക്കരുത്. ഇന്ന് പലരും ചിന്തിക്കുന്നു, ചീത്ത സംഭവിച്ചാൽ അത് നിൻ്റെ തെറ്റാണ്. ഇത്തരം ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നു. സത്യം എപ്പോഴും കരുണയോടൊപ്പം പറയപ്പെടണം. യോബ് 9 നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ പരിമിതിയും നമുക്കവിടെ കാണാം. ഇയ്യോബ് ദൈവത്തിൻ്റെ നീതിയും ശക്തിയും അംഗീകരിക്കുന്നു. പർവ്വതങ്ങളെ നീക്കുന്നതും സൂര്യനെ നിയന്ത്രിക്കുന്നതും നക്ഷത്രങ്ങളെ ഭരിക്കുന്നതുമൊക്കെയായി സൃഷ്ടിയിലുള്ള ദൈവത്തിൻ്റെ അധികാരം അദ്ദേഹം വിവരിക്കുന്നു. എന്നാൽ ഇത് ഇയ്യോബിന് ഒരു പ്രശ്നമായി മാറുന്നു. ദൈവം എത്ര മഹാനായിരിക്കുമ്പോൾ മനുഷ്യന് അവനോട് വാദിക്കാൻ എങ്ങനെ കഴിയും?
താൻ നിരപരാധിയായാലും അത് തെളിയിക്കാൻ കഴിയില്ലെന്ന് ഇയ്യോബ് കരുതുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു മധ്യസ്ഥനെ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം നിരപരാധിയെയും ദുഷ്ടനെയും ഒരുപോലെ കാണുന്നുവെന്ന തോന്നൽ അവനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദൈവനീതിയെക്കുറിച്ചുള്ള അവൻ്റെ സംശയം ഇവിടെ കാണാം. ഈ അധ്യായം ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നു. അത് യേശുക്രിസ്തുവിൽ നിറവേറുന്നു. ഇയ്യോബിൻ്റെ ആഗ്രഹം പ്രവാചക സ്വഭാവമുള്ളതാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗങ്ങൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ചിലപ്പോൾ വ്യക്തതയില്ലാതെ വിശ്വസിക്കേണ്ടി വരും. നാം പലപ്പോഴും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥ സമാധാനം ദൈവകൃപയിൽ നിന്നാണ് വരുന്നത്. ജീവിതം അനീതിയായി തോന്നുമ്പോൾ ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ വിശ്വസിക്കണം. നമ്മുടെ പ്രത്യാശ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്നവനിൽ ആണ്. വേദന, സംശയം, ആശയക്കുഴപ്പം എന്നിവ ഇല്ലാതിരിക്കുക അല്ല വിശ്വാസം. അവയെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ദൈവത്തോടുള്ള സംഭാഷണം തുടരുന്നതാണ് വിശ്വാസം. ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്ന 3 ശക്തമായ സത്യങ്ങൾ: വേദന എല്ലായ്പ്പോഴും ശിക്ഷയല്ല, മനുഷ്യബുദ്ധി പരിമിതമാണ്, ദൈവം നിശബ്ദനായാലും അവൻ സന്നിഹിതനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.